പ്രിയമുള്ളവരെ, ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ ഡ്യൂട്ടിക്ക് ശേഷം വീട്ടിലേക്കുള്ള മടക്കത്തിലാണ് ഞാൻ. അടൂരിൽ നിന്നും MC റോഡ് വഴി നെല്ലിമുട്ടിൽപ്പടിയിലൂടെയാണ് സ്ഥിരം വീട്ടിലേക്കുള്ള യാത്ര. ഇന്നതിനൊരു മാറ്റമുണ്ടാകാം എന്ന് കരുതിയാണ് കനാൽ റോഡ് വഴി വീട്ടിലേക്ക് പോകാം എന്ന് കരുതിയത്. വേനൽക്കാലത്ത് കനാലിലേക്ക് വെള്ളം തുറന്നു വിടുന്നതിന് മുമ്പ് കനാലിലെ വേസ്റ്റ് മാറ്റണം എന്നും മറ്റു ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണം എന്നും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് ഒരു പരാതി നൽകിയിരുന്നു. അതിനെ തുടർന്നുള്ള നടപടിക്രമങ്ങൾ നടന്നതായി അറിഞ്ഞു. സാമ്പത്തികമായി പിന്നോട്ടാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് അവർ അറിയിച്ചത്. എങ്കിലും അവർ നടത്തിയ പ്രവർത്തനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന ഉദ്ദേശവും ഈ യാത്രയിലുണ്ട്. മുൻപിൽ ഒരു പാലം കാണാം. ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞാണ് നമുക്ക് പോകേണ്ടത്. ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ വലത്തോട്ട് തിരിച്ചു. കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെ കീഴിലാണ് ഈ കനാൽ. മുൻപൊരിക്കൽ അതിനെപ്പറ്റിയുള്ള വിശദമായ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മെസോപ്പൊട്ടോമിയൻ നഗരത്തിന്റെ തുടക്കത്തിൽ നിർമ്മിക്കപ്പെട്ട വഴിയാകണം ഇത്. മനുഷ്യൻ ചൊവ്വയിൽ താമസമാക്കാൻ തുടങ്ങുന്ന കാലത്തും ഇങ്ങനെയുള്ള റോഡുകൾ ഭൂമിയിൽ ഉള്ള വിവരം സ്വർണ്ണലിപികളിൽ എഴുതി ചേർക്കേണ്ടുന്ന ഒന്നാണ്. ഏറത്ത് പഞ്ചായത്തിലെ ജലസ്രോതസ്സുകളിൽ ഒരു പ്രധാനിയാണ് ഈ കനാൽ. ധാരാളം വിള്ളലുകൾ ഉള്ളതിനാൽ വീട്ടുമുറ്റത്തും അടുക്കളയിലും വരെ ഈ കനാൽ ജലം ഒഴുകിയെത്തും. കനാലിൽ വളർന്നിരുന്ന ചെറിയ മരങ്ങളും വേസ്റ്റ് ചാക്കുകളും റോഡിന്റെ ഇരുവശങ്ങളിലും കൂമ്പാരമായി കിടപ്പുണ്ട്. ഒരു സമൂഹത്തിന്റെ തന്നെ മനസ്ഥിതിയാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഇതുവരെ സമ്പാദിച്ചതെല്ലാം അവർ ഇവിടെ കൊണ്ട് കളഞ്ഞോ എന്ന് ഒരു നിമിഷം ഞാൻ ഓർത്തുപോയി. നല്ല ദുർഗന്ധം വമിക്കുന്നുണ്ട്. കനാലിന്റെ ഇരുകരകളിലും വീടുകളുണ്ട്. ഈ ഗന്ധവും ശ്വസിച്ച് അവരെങ്ങനെ ജീവിക്കുന്നു എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് പണമില്ല എന്ന മറുപടി. അതുകൊണ്ടാവണം കനാലിൽ നിന്നും വേസ്റ്റ് എല്ലാം എടുത്ത് റോഡിൽ ഇട്ടത്. ഇപ്പോൾ അവയെല്ലാം ഇറിഗേഷനിൽ നിന്നും PWDയുടെ അക്കൗണ്ടിലേക്ക് ലഭിച്ചു. ഇവരുടെയൊക്കെ ചിന്ത വിമാനം പോലെ എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇവിടെ വെച്ചാണ് ഒരു കുപ്പിയുടെ മുകളിലൂടെ വണ്ടി കയറിയത്. ടയർ മരിച്ചു കാണല്ലേ എന്ന പ്രാർത്ഥന അല്പനേരം ഉള്ളിലുണ്ടായിരുന്നു. നൂലിലാണ് ജീവിതത്തിന്റെ ഓട്ടം. കുറച്ചുകൂടി മുൻപോട്ട് പോയി ഇടത്തേക്ക് തിരിഞ്ഞാലാണ് വീട്ടിലേക്ക് പോകാൻ കഴിയുന്നത്. സന്ധ്യയാകുന്നു. നിന്റെ വീഡിയോ എടുപ്പൊക്കെ മതി, ദോ അതാണ് വഴി, ഇനി ഇത് ഞങ്ങളുടെ സാമ്രാജ്യം ആണെന്ന് പുലമ്പിക്കൊണ്ട് ഒരു ശുനകപടൻ എൻ്റെ വാഹനത്തിന് മുൻപിലായി ഓടുന്നുണ്ട്. എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി കഴിഞ്ഞു. നിങ്ങളെ അതിപുരാതനമായ ഒരു നിർമ്മിതി കൂടി കാണിക്കാം എന്ന് കരുതിയാണ് കുറച്ചു ദൂരം മാറി സഞ്ചരിക്കുന്നത്. ഈ കാണുന്നതാണ് ദ ഗ്രേറ്റ് ബ്രിഡ്ജ് ഓഫ് വെള്ളക്കുളങ്ങര. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നിർമ്മിക്കപ്പെട്ട ഈ മുത്തശ്ശി പാലം കുറച്ചു കാലം മുമ്പ് വരെ സേവ് ദ ഡേറ്റ് വീഡിയോ എടുക്കുന്നവരുടെ ഒരു കേന്ദ്രമായിരുന്നു. പ്രായമായി പല്ല് കൊഴിഞ്ഞതുകൊണ്ടാവണം ആരും ഇന്ന് ഇവിടേക്ക് തിരിഞ്ഞു നോക്കാത്തത്. ഈ പാലത്തിന്റെ ഒരു സഹോദരി പാലം കുരമ്പാലയിൽ ഉള്ളത് മുമ്പത്തെ യാത്രയിൽ നിങ്ങളെ ഞാൻ കാണിച്ചിരുന്നു. ലോക പൈതൃക പട്ടികയിലേക്ക് ഈ നിർമ്മിതികൾ ഉടനെ ഇടം പിടിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു കാര്യം ആലോചിക്കുമ്പോൾ ആശ്വാസമാണ്. നമ്മളുടെ നാടിൻ്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും കാത്തു സൂക്ഷിക്കുന്നതിൽ നമ്മുടെ ഭരണാധികാരികൾ കാഴ്ചവെക്കുന്ന പ്രകടനം പ്രശംസനീയമാണ്. വീട്ടിൽ ചെന്നിട്ടേ വണ്ടിയുടെ അവസ്ഥ നോക്കുന്നുള്ളൂ എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് ഞാൻ യാത്ര തുടർന്നു.